ഡോജി എന്ന കമ്പനിയുടെ ഡോജി V30 Pro എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില ഫീച്ചേഴ്സൊക്കെ ആയിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് ഈ ഒരു ഫോൺ. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഡോജി V30 Pro എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. അതിന് തന്നെ പറയേണ്ട ഒരു കാര്യം ബാറ്ററിയുടെ കാര്യമാണ്. 10,800 mAh ബാറ്ററി ഇതിൽ വരുന്നുണ്ട്. വളരെ കൂടിയൊരു ബാറ്ററി കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സാധാരണ 5,000 mAh മുകളിലുണ്ടെങ്കിൽ തന്നെ നമ്മൾ വളരെ കൂടിയൊരു ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയാറുണ്ട്. ആ ഒരു ടൈമിലാണ് 10,800 mAh ബാറ്ററി ഒക്കെ വരുന്നത്. പിന്നെ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നുണ്ട്. പിന്നെ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് IP68 അതുപോലെ തന്നെ 69K റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഫോൺ വാട്ടർ റെസിസ്റ്റൻറ്റും ഡസ്റ്റ് റെസിസ്റ്റൻറ്റുമാണ്. പിന്നെ MIL STD 810H സർട്ടിഫിക്കേഷനും ഇതിൽ വരുന്നുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും ഈ ഒരു ഫോൺ. പിന്നെ ഇതൊരു റഗഡ് സ്മാർട്ട് ഫോണാണ്. പിന്നെ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ തന്നെ 12 GB റാം വരുന്നുണ്ട്. അതുകൂടാതെ വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും വരുന്നുണ്ട്. വെർച്വൽ റാം വഴി നമുക്ക് 20 GB റാം എക്സ്ട്രാ ലഭിക്കുന്നതായിരിക്കും. അതായത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ടോട്ടലായിട്ട് 32 GB റാം വരെയൊക്കെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ബേസ് വേരിയൻറ്റിൽ തന്നെ 512 GB ഇൻറ്റേർണലും വരുന്നുണ്ട്. അതും എടുത്തു വരേണ്ട ഒരു കാര്യമാണ്. പിന്നെ ക്യാമറയുടെ കാര്യത്തിൽ 200 MP മെയിൻ ക്യാമറ സെൻസറൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുകൂടാതെ ഫോണിൻ്റെ ബാക്കിൽ 24 MP നൈറ്റ് വിഷൻ ക്യാമറയും 16 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വരുന്നുണ്ട്. അപ്പം 200 MP മെയിൻ ക്യാമറ സെൻസറും നൈറ്റ് വിഷൻ ക്യാമറയൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഫ്രണ്ടിൽ 32 MP സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ mediatekൻ്റെ dimensity 7050 എന്ന പ്രോസസ്സറാണ് ഈ ഫോണിൽ വരുന്നത്. ഇനീഷ്യലി ഓഫറിൽ ഈ ഫോണ് ഒരു 22,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ലഭിച്ചേക്കാം. ആ ഒരു പ്രൈസ് റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ ഈ തിരക്കേടില്ലാത്തൊരു പ്രോസസ്സറാണ് എന്ന് പറയാവുന്നതാണ്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും ഈ ഫോണിൽ വരും. ഈ ഫോണിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 6.58 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 22,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ നമ്മൾ AMOLED ഡിസ്പ്ലേ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. LCD ഡിസ്പ്ലേ എന്നുള്ളത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുറച്ച് നിരാശപ്പെടുത്തി എന്ന് പറയേണ്ടി വരും. അതുമാത്രമല്ല ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നമ്മൾ പഞ്ചോൾ ഡിസൈനാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതും കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയി എന്ന് പറയേണ്ടി വരും. പിന്നെ ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒന്നും ഇതിൽ വരുന്നില്ല. അതുപോലെ തന്നെ തിക്നെസ് 17.9 mm വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലോണം തിക്കായിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. പിന്നെ ബാറ്ററി കപ്പാസിറ്റി 10,800 mAh വരുന്നുണ്ട്. അതുകൊണ്ടാണ് തിക്നെസ്സും കാര്യങ്ങളൊക്കെ കൂടിയത്. അതുപോലെ തന്നെ ഇതൊരു റഗഡ് സ്മാർട്ട് ഫോൺ കൂടിയാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനീഷ്യലി ഓഫറിൽ $265 എന്ന പ്രൈസിങ്ങിൽ ഈ ഫോൺ ലഭിക്കുന്നതായിരിക്കും. അതായത് 22,000 രൂപ പ്രൈസ് റേഞ്ചിൽ. ഓഫർ കഴിഞ്ഞാൽ വില കുറച്ചും കൂടി കൂടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഡോജിയുടെ V30 Pro എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസിങ്ങിൽ ഈ ഫീച്ചേഴ്സ് എങ്ങനെ ഉണ്ട് എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും. അതുപോലെ തന്നെ വാട്ടർ റെസിസ്റ്റൻറ്റും ഡസ്റ്റ് റെസിസ്റ്റൻറ്റും ആയിരിക്കും. പിന്നെ 200 MP മെയിൻ ക്യാമറ സെൻസറും വളരെ കൂടിയൊരു ബാറ്ററി കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പക്ഷേ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല. അപ്പം ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ തിക്നെസ്സും വെയിറ്റൊക്കെ നല്ലോണം കൂടുതലായിരിക്കും. അപ്പം ആ ഒരു കാര്യവും വരുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് വളരെ ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ വേണം, അതുപോലെ തന്നെ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി വേണം എന്നുണ്ടെങ്കിൽ മാത്രം ഈ ഫോണൊക്കെ നോക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള വേറെ ഫോണുകൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അതൊക്കെ നോക്കുന്നതായിരിക്കും നല്ലത്.